മക്കളെ കൂട്ടിക്കൊടുത്തും സ്വയം കിടന്നു കൊടുത്തും സിനിമയിൽ അവസരങ്ങൾ നേടിയെടുത്ത ഒരുപാട് അമ്മമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. സിനിമാ മേഖലയിൽ ഇന്ന് ശക്തമായ സാന്നിധ്യം, പ്രത്യേകിച്ച് കാവ്യയുടെയും ദിലീപിന്റെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കാവ്യയുടെ അമ്മ ശ്യാമള മാധവൻ. ഭർത്താവായ മാധവന് ഇവരുടെ ഈ ജീവിതത്തിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഗോസിപ്പ് കോളങ്ങളിലൊക്കെ വരുന്ന വാർത്ത. എന്തു തന്നെയായാലും കാവ്യയും ദിലീപും തമ്മിലുള്ള പ്രണയബന്ധം ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയും അതോടുകൂടി മകളെ ഈ ബന്ധത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തു ആ ഒരമ്മ. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ നിഷാലുമായിട്ടുള്ള ബന്ധം നടത്തി, ആ വിവാഹം നടത്തുകയും ഇനിയും ദിലീപുമായിട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒപ്പം വിദേശത്ത് പോയി താമസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ദിലീപ് വിളിക്കുകയും കാവ്യ തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്ത് ഈ ബന്ധം എത്ര ശ്രമിച്ചാലും പിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് പോകുന്നതെന്നും ആ അമ്മ വേദനയോടെ കണ്ടുനിന്നു. അവസാനം നിഷാലുമായിട്ടുള്ള ബന്ധം വേർപിരിയുകയും മകള് നാട്ടിലെത്തുകയും വീണ്ടും ദിലീപുമായിട്ടുള്ള ബന്ധം തുടരുകയും ചെയ്തു. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത ഗോസിപ്പ് ചാനലുകാരോട് അല്ലെങ്കിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തവരോടൊക്കെ കാവ്യയുടെ അമ്മ വല്ലാതെ പ്രശ്നമുണ്ടാക്കി ചുരുക്കം ചിലരൊക്കെ തെറിയഭിഷേകം നടത്തി എന്ന് തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ അക്കാലത്ത് പ്രചരിച്ചിരുന്ന ചില വാർത്തകൾ. ഇതിലെ സത്യമൊന്നും അങ്ങേയറ്റം നമുക്കറിയില്ലെങ്കിലും ഇവർ ഈ വാർത്തകളൊക്കെ നിഷേധിച്ചിരുന്നു. പക്ഷെ പോകെ പോകെ എന്തൊക്കെ കാണിച്ചാലും മകളും ദിലീപും തമ്മിലുള്ള ബന്ധം അവസാനിക്കില്ല എന്നും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ജീവിതകാലം മുഴുവനും തന്റെ മകൾക്കൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ദിലീപിന്റെ ഒരു വെപ്പാട്ടിയായിട്ട് മാത്രം ജീവിതം അവസാനിച്ചു പോകുമെന്നും ഇനിയൊരു വിവാഹം കഴിപ്പിച്ചു വിട്ടാലും കാവ്യയുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കുമെന്നും ബുദ്ധിമതിയായ ശ്യാമള മനസ്സിലാക്കി അവസാനം അവർ ഒരു തീരുമാനമെടുത്തു. എന്തായാലും എങ്ങനെയെങ്കിലും ഈ വിവരം മഞ്ജുവിന്റെ ചെവിയിൽ എത്തിക്കുക തന്നെയെന്ന്. അങ്ങനെ പല പ്രകാരത്തിലും അവരുടെ അതിബുദ്ധിയുടെയും കൂട്ടുകാരെയൊക്കെ ഉപദേശിച്ചും പ്രേരിപ്പിച്ചും ഒക്കെയാണ് ഈ ഒരു വാർത്ത മഞ്ജുവിന്റെ ചെവിയില് വിശ്വാസയോഗ്യമായ ആളുകളിലൂടെ എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും മഞ്ജു പൊട്ടിത്തെറിച്ചു. ഈ ബന്ധത്തിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി. മഞ്ജുവിന് പലപ്പോഴും ഉണ്ടായിരുന്ന സംശയം മറ്റ് പലരും ഇപ്പൊ പറയുന്ന റിമി ടോമിയോടോ അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് ഇവരുടെ അടുത്ത സുഹൃത്തുക്കളോട് പലരോടും ചോദിച്ചിട്ട് കുറെ ആളുകൾ നിഷേധിച്ചു, കുറെ ആളുകൾ അങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് തുറന്ന് പറയുന്നു. പോകെ ഡിവോഴ്സിലേക്കാവുകയും അവര് പിരിയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തില് മഞ്ജുവുമായിട്ട് ശക്തമായിട്ട് പിന്തുണ നൽകിയ ഒരു വ്യക്തിയാണ് നമ്മുടെ അതിക്രമത്തിന് ഇരയായ നടി അല്ലെങ്കിൽ അതിജീവിത. സ്വാഭാവികമായിട്ടും ദിലീപുമായിട്ട് ഈ ഒരു അതിജീവിതയ്ക്കുണ്ടായിരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ, അത് അല്ലെങ്കിൽ ദിലീപ് ഇൻവെസ്റ്റ് ചെയ്ത ചില ഭൂമി അല്ലെങ്കിൽ വസ്തുവകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. ഇത് തിരിച്ചു പിടിക്കണമെന്ന് എന്തായാലും പുള്ളിക്കാരി തീരുമാനിച്ചു. കാരണം തന്റെ മകൾ അനുഭവിക്കാനുള്ള വസ്തുവകളാണല്ലോ. എന്നാൽ അതിജീവിത ഇത് മഞ്ജു കൈയും വീശി വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോയതെന്നും മഞ്ജുവിന് സ്വന്തമായിട്ട് വേറെ സമ്പാദ്യങ്ങളൊന്നുമില്ല, എല്ലാം ഉപേക്ഷിച്ചു. അതുകൊണ്ട് എന്തായാലും താൻ ഇത് മഞ്ജുവിനെ നൽകിയുള്ളൂ എന്ന നിലപാടെടുത്തുമെന്നാണ് അക്കാലങ്ങളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മാധ്യമങ്ങളിൽ വന്ന വാർത്ത. എന്തായാലും അവസാനം ഈ ഒരു കാവ്യയും ദിലീപുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അതിജീവിതയെ പൾസർ മിസ്യൂസ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ റേപ്പ് ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് കാവ്യേക്കാൾ കൂടുതൽ കാവ്യയ്ക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതത്തിലെ നിർണായക ശക്തിയായിട്ട് മാറിയ ഈ കാവ്യയുടെ അമ്മ തന്നെയാണ് എന്നുള്ളതായിരുന്നു അക്കാലങ്ങളൊക്കെ പല ചാനലുകളിലും വന്ന വാർത്ത. ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര പരിശുദ്ധമായ ഒരു പിൽക്കാലമല്ല ഉണ്ടായിരുന്നതെന്നും ഇവര് ബിസിനസ് വിജയിപ്പിക്കുവാനായിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങള് ഇല്ലെങ്കിൽ ഇവരുടെ സ്വന്തം കാവ്യൊക്കെ സിനിമയിലേക്ക് വരുന്നതിന് മുന്നുള്ള അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുന്നതിനായിട്ട് പലതരത്തിലുള്ള
കുൽസിത വൃത്തികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അവരതുകൊണ്ട് തന്നെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരാളല്ല എന്നുമാണ് ആളുകൾ പറയുന്നത്. കാരണം പോലീസൊക്കെ ആ ഒരു വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാവ്യയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യം ചെയ്യലൊക്കെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഇവരെ കുറിച്ചുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ഇവരെയൊക്കെ സംശയമുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അക്കാലങ്ങളിലൊക്കെ താൻ തികച്ചും നിരപരാധിയാണ്, തനിക്ക് ഇതിലൊന്നും പങ്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇവർ പുലർത്തിയിരുന്നതെന്നും എന്നാൽ അത് തീർത്തും തെറ്റാണ് എന്നുമുള്ളതാണ് പറയണേ. അപ്പൊ എന്തായാലും കേസുകൾ താമസിയാതെ തീരാൻ പോവുകയാണ്. അടുത്ത കാര്യങ്ങളിലൊക്കെ ഈ മാഡം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സുനി കൊണ്ട് ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആ തെളിവൊക്കെ നമ്മുടെ കാവ്യയുടെ ലക്ഷ്യയിലായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകളും പ്രചരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പല പൊല്ലാപ്പിന്റെയും പറയില് അല്ലെങ്കിൽ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാവ്യയുടെ അമ്മ അതിബുദ്ധിമതിയായ സൂത്രശാലിയായ ഒരു സ്ത്രീ തന്നെയാണ്. അതുകൊണ്ടാണ് ഭാര്യയെ ഉപേക്ഷിക്കില്ല എന്ന ആ നിലപാട് പുലർത്തി വെച്ചിരുന്ന ദിലീപിന്റെ ഭാര്യ പദം ഇന്ന് കാവ്യ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ബുദ്ധി എന്നുള്ളത് കാവ്യയുടെ അമ്മയുടെ തന്നെയാണ്. ഇല്ലെങ്കിൽ അവരുടെ ഇന്നും ദിലീപിന്റെ ഒരു കാമുകി മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് മാത്രമായിട്ടോ ചുരുങ്ങിപ്പോയേനും അതിൽ നിന്നും വ്യത്യസ്തമായി തന്റെ മകൾക്ക് ഒരു ഭദ്രമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ആ ഒരു സ്ത്രീ വിജയിച്ചു. അവരുടെ ഇടപാടലുകള് അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ ഇതിനകത്ത് വളരെ മികച്ച ഫലം കാണുകയും ചെയ്തു.